അല്ലെ? അങ്ങനെയാണല്ലോ. എല്ലാത്ത വിഷമം, ചെറിയ ചെറിയ കുഞ്ഞു മക്കൾ, കൈയില്ലാത്തവര്, കാലില്ലാത്തവര്, വളരെ വിശന്ന് വലഞ്ഞ് വലിഞ്ഞൊട്ടിയ അവസ്ഥയിലുള്ളവർ, ഇത് കാണാൻ കഴിയാത്തത് കൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. യൂറോപ്യൻ രാഷ്ട്രങ്ങൾ, അതുപോലെ തന്നെ ആസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ അവർക്കെതിരെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്നാൽ നമ്മളൊന്ന് ചിന്തിക്കണം, സുഹൃത്ത് രാഷ്ട്രം അല്ലെങ്കിൽ സഹോദര രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ സഹോദരന്മാരെന്ന് പറയാൻ പറ്റുന്ന എന്നാണല്ലോ. മുഅ്മിനീങ്ങൾ സഹോദരന്മാരാണെന്ന് പറയുന്ന ഈ മുഅ്മിനീങ്ങൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ, രാജ്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അധികാരികളും അതുപോലെ തന്നെ ഇതിനോട് പ്രതികരിക്കേണ്ട ആളുകൾ, രാജാക്കന്മാർ, മന്ത്രിമാർ, ഇവര് കണ്ടില്ലെന്ന് നടിക്കുന്നൊരവസ്ഥ. മാത്രമല്ല, ആ രാജ്യത്ത് രാജാക്കന്മാർ അല്ലെങ്കിൽ ഭരണാധികാരികൾ എന്താണോ പറയുന്നത് അത് മാത്രം ഇതുപോലുള്ള ജുമാഅത്ത് മിമ്പറിൽ കയറി ഓതേണ്ട ഒരു ഗതികേട് അവിടുത്തെ പണ്ഡിതന്മാർ. ഒന്ന് ആലോചിച്ച് നോക്ക്. മിമ്പറിൽ കയറിയിട്ട് പോലും ഇങ്ങനെ അവിടെ നടന്നിട്ട് പോലും ഒന്ന് പറയാൻ പോലും അവർക്ക് കഴിയുന്നില്ല. ഭരണകൂടം അതിന് അനുവദിക്കുന്നില്ല. അഥവാ പറഞ്ഞാൽ വല്ല പ്രതിഷേധവും നടത്തി കഴിഞ്ഞു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയാണ് ഇസ്രായേലിന് ഇക്കണ്ട സഹായങ്ങളൊക്കെ ഈ ഫലസ്തീനികളെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. ആ അമേരിക്കയിലുള്ള ഗവൺമെന്റ് തലത്തിൽ ജോലി ചെയ്യുന്ന എത്രത്തോളം എന്ന് വെച്ചാൽ പട്ടാളക്കാർ പോലും ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സമരം നടത്തുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ മുസ്ലിം രാജ്യം എന്ന് പറയുന്ന GCC കൺട്രികളും നമ്മളൊക്കെ അവിടെ പോയി ജോലി ചെയ്യുന്നവരാണ്, അത് സമ്പാദിക്കുന്നവരാണ്. പക്ഷെ നമുക്ക് പറയാതിരിക്കാൻ വയ്യ, അവരതിന് കണ്ണടക്കുകയാണ്. നമുക്കറിയാം, ഒരു ഉദാഹരണമുണ്ട്. വലിയ ഇമാമാണ്, ഹറമിലെ വലിയ ഇമാമായിരുന്നു സൗദ് ഷുറൈഖ്. നമുക്കറിയാലോ, നല്ല കാര്യമാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന വളരെ സൗമ്യനായ നല്ലൊരു വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തിയെ ഒരു സുപ്രഭാതത്തിന് പള്ളിയിൽ നിന്ന് ഒഴിവാക്കി. ഹറമിലിപ്പോ ഇമാമല്ലല്ലോ, അദ്ദേഹം അവിടെ ഒഴിവാക്കി. ആർക്കും അറിഞ്ഞിരുന്നില്ല എന്താണ് സംഗതി. ഇതാണ് കാരണം, കഴിയുന്ന ഇഖ്ലാസുള്ള ആളുകൾക്ക്, മനസ്സുള്ള ആളുകൾക്ക് കഴിയൂല എന്തെങ്കിലും ഒന്ന് പറയാതിരിക്കാൻ. അങ്ങനെ എന്തോ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വന്ന കാരണം കൊണ്ടാണ് ഗവൺമെന്റ് അദ്ദേഹത്തെ ഒഴിവാക്കി എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഗസക്ക് അനുകൂലമായിട്ട്, ഫലസ്തീന് അനുകൂലമായിട്ട് സംസാരിച്ച കാരണമുണ്ട്. അപ്പൊ അത്രത്തോളം അതാണ് നമ്മുടെ ഇന്നത്തെ ലോകം. ഇതെല്ലാം പ്രവചിക്കപ്പെട്ടതാണ്. അതൊക്കെ ഇവിടെ നടക്കുക തന്നെ ചെയ്യും. പക്ഷെ നമുക്കത് സഹിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? നമുക്ക് ദുആ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് അറിയാൻ പറ്റും. ഇന്നൊരുപാട് അതിന്റെ പേരുകളും വിവരങ്ങളൊക്കെ ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതാണ്. അതൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ടെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, നമുക്ക് ഒന്നുമില്ലെങ്കിൽ ദുആ ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്കിരുന്ന് കൊണ്ട് ദുആ ചെയ്യുമ്പോൾ ഇഖ്ലാസോട് കൂടെ ആ മക്കൾക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാവൽ നൽകട്ടെ. അല്ലാഹു തആല അവരുടെ ഷഹീദായ ആളുകൾക്ക് അല്ലാഹു തആല അവന്റെ സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവികൾ നൽകി അനുഗ്രഹിക്കട്ടെ. അവിടെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല പരിപൂർണമായ സുരക്ഷിതത്വം നൽകട്ടെ. രോഗികളായ ആളുകൾ, പരിക്ക് പറ്റിയ ആളുകൾ അല്ലാഹു തആല അവർക്കൊക്കെ പരിപൂർണമായ ശിഫാ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിന സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, അല്ലാഹുവേ സംഭാവനകൾ ചെയ്തതൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു ഈ ബക്കറ്റിൽ നിക്ഷേപിക്കുന്നതും അതുപോലെ തന്നെ ഞങ്ങളുടെ വീടുകളിലും കടകളിലൊക്കെ വെച്ച ബോക്സുകളിലൊക്കെ റബ്ബേ ഈ സ്ഥാപനത്തിന് സഹായിക്കാൻ വേണ്ടി, പള്ളിയെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്ന സംഭാവനകളൊക്കെ റബ്ബേ നീ കബൂൽ ചെയ്യണം റബ്ബേ. അത് നിക്ഷേപിക്കുന്ന സമയത്ത് ആ നിക്ഷേപിക്കുന്ന ആളുകൾക്കുള്ള അവരുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉദ്ദേശങ്ങളും റബ്ബേ നിനക്കറിയാം. അള്ളാഹുവിന്റെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണം റബ്ബേ. അള്ളാഹുവിന്റെ പ്രയാസങ്ങളൊക്കെ നീ ദൂരീകരിക്കണേ റബ്ബേ. രോഗങ്ങളൊക്കെ നീ പൂർണ്ണമായും ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാവിധ ആപത്ത് മുസീബത്തുകളിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്. അള്ളാഹു അപകടങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളിൽ നിന്നും, മാരകമായ അസുഖങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബേ അവരെയും കുടുംബത്തെയും അതുപോലെ ഞങ്ങൾ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അള്ളാഹു ഞങ്ങളുടെയും അവരുടെയും മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. അള്ളാഹുവെ നിന്റെ ത്വാഅത്തിലായി ഒരുപാട് കാലം ജീവിക്കാൻ ആരോഗ്യത്തോടെ ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ്സ് റബ്ബേ ഞങ്ങൾക്കും അവർക്കും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുടെ റബ്ബേ അവരുടെയൊക്കെ
ഖബറിടം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ, സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ. വല്ല പ്രയാസവും ശിക്ഷകളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു ഈ സംഭാവനകളുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഈ നിമിഷം തന്നെ നീ ദൂരീകരിക്കണേ അല്ലാഹ്. പകരം നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തും അവിടുത്തെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനും അവിടുത്തെ ലിവാഉൽ ഹംദിന്റെ തണലും കിട്ടാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. അല്ലാഹുവേ സിറാത്ത് വേഗത്തിൽ വിട്ടുകിടക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ ത്വാഅത്തിലായി ഒരുപാട് കാലം ജീവിച്ച് നിന്റെ പൊരുത്തം നേടി മരണപ്പെടാനുള്ള സൗഭാഗ്യം അല്ലാഹുവേ നൽകണേ റബ്ബേ. അല്ലാഹുവയുടെ സുഖമില്ലാതെ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ആ യുവ പണ്ഡിതനും കുടുംബത്തിനും അല്ലാഹുവേ നീ ആശ്വാസം നൽകണേ റബ്ബേ. പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹു എത്രയും പെട്ടെന്ന് അസുഖങ്ങളൊക്കെ പൂർണ്ണമായും ശിഫയായി സന്തോഷത്തോടെ റാഹത്തോടു കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം റബ്ബേ. അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ റബ്ബേ. എല്ലാ വേദനകളും പ്രയാസങ്ങളും യാതനകളും നീ ദൂരീകരിക്കണേ അല്ലാഹ്. ഉംറക്ക് പോകുന്ന സഹോദരൻ റബ്ബേ, അവരുടെ യാത്രകൾ നീ എളുപ്പമാക്കണേ റബ്ബേ. അല്ലാഹുവേ മഖബൂലും മബ്റൂറുമായ ഉംറകളും സിയാറത്തുകളും നിർവഹിച്ച് സന്തോഷത്തോടെ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യവും തൗഫീഖും അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ബിഫദ്ലിക വകറമിക വജൂദിക യാ അക്രമൽ അക്രമീൻ വബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു വസല്ലമ വബാറക അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.